നമ്മൾ ആരും പ്രതീക്ഷിച്ചിരുന്ന ഒരു ഗെയിം പ്ലാൻ ആയിരുന്നില്ല. ഈ തുടക്കത്തിലോ ഒരു പകുതി ആയപ്പം പോലും അനുമോളുടെയും ആദിലയുടെയും ന്യൂറയുടെയും ഒപ്പം നിന്ന് കഴിഞ്ഞാൽ അവനായിരിക്കും 7ന്റെ പണി കിട്ടാൻ. ആദില പറയുന്നത് പോലെ മെയിൽ ഷോവനിസം തന്നെയാണ്. പൊടിയെന്ന് വിളിക്കുക, ഒരു പറയുന്നത് പോലെ തന്നെ ആദില ചെയ്യണമെന്ന് നിർബന്ധമുണ്ടോ? നിർബന്ധ ബുദ്ധിയാണ് ഷാനവാസ്. ഷാനവാസ് എന്താണോ അനീഷിന്റെ അടുത്ത് ചെയ്യുന്നത് അത് തന്നെയാണ് ഇവിടെ. പല ആൾക്കാരും ചിന്തിക്കുന്നുണ്ട്. അപ്പൊ തുടക്ക സമയത്തെല്ലാം കാണിച്ചത് പുള്ളിക്കാരന്റെ ആക്ടിങ്. പുള്ളി ഇപ്പോഴും മീശ വിട്ടൊരു കളിയില്ല. ലാലേട്ടന്റെ വീക്കെൻഡ് എപ്പിസോഡ് കാരണം ഒരു മഹാത്ഭുതം നമ്മുടെ ബിഗ് ബോസിൽ നടന്നിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, ഷാനവാസും ഈ ആദിലയും ലക്ഷ്മിയും അനുമോളും കൂടെ ചേർന്നിട്ട് ഒരു വല്യേട്ടനും ബംഗളൂട്ടിയും ഒരു കാർഡ് തുടക്കത്തിൽ വേണ്ടാന്ന് പറഞ്ഞിരുന്നിട്ട് ബംഗളൂട്ടി കാർഡും വല്യേട്ടൻ കാർഡും ഒക്കെ അങ്ങ് നിരത്തി അങ്ങ് വാരി അറിയുമായിരുന്നു. അതിനൊരു കാർഡ് ലാലേട്ടൻ കൊടുത്തു. അതെ, മാത്രമല്ല നമ്മുടെ നെവിന്റെ ഒരു പ്രശ്നവും കൂടെ ഒതുങ്ങി കിട്ടി. ഈ ഫുഡിങ്ങിൻ്റെത് ലാലേട്ടന് സദ്യം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അങ്ങനത്തെ പ്രവൃത്തി ഉണ്ടാവുമെങ്കിൽ ലാല് പറഞ്ഞു അടുത്തിരിക്കുന്ന ആരെയും പിടിച്ച് തിന്നു കളയല്ലേ എന്ന്. കാരണം അവന്റെ ഫുഡിന്റെ ആക്രാന്തം അങ്ങനെയാണല്ലോ. അപ്പൊ നമ്മുടെ കം ടു ബാക്ക് നമ്മുടെ പോയിന്റിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആരും പ്രതീക്ഷിച്ചിരുന്ന ഒരു ഗെയിം പ്ലാൻ ആയിരുന്നില്ല. ഈ തുടക്കത്തിലോ ഒരു പകുതി ആയപ്പം പോലും ഈ ഷാനവാസും ആദിലയും നൂറയും അനുമോളും തമ്മിൽ അത്ര ഒരു അടുപ്പോ ഒന്നും നമ്മൾ കണ്ടില്ല. പെട്ടെന്ന് ഒരു ഫാമിലി വീക്ക് കഴിയുന്നു, പെട്ടെന്ന് അവരുടെ ഒരു ഗെയിം പ്ലാൻ കൊണ്ടുവന്നു. ഭയങ്കര സ്നേഹമായിരുന്നു പെങ്ങളും ഏട്ടൻ എന്ന് പറഞ്ഞാൽ. ആദിലേനെ ഷാനവാസ് ഒരു ഗെയിമിനിടയിൽ അടിച്ചിട്ട് പോലും ആദില പറയുന്നുണ്ട് ഷാനവാസ് ആയതുകൊണ്ടാണ് ഞാനൊന്നും പറയാതെ വിട്ടതെന്ന്. അത്രയ്ക്കൊരു അടുപ്പത്തിലായിട്ട് നമുക്ക് ഞാൻ തന്നെ ആലോചിച്ചു പോയി, ചേച്ചി എങ്ങനെയാ ഒരു ഫാമിലി വീക്ക് കഴിഞ്ഞപ്പോ പെട്ടെന്ന് പുറത്തെ കാര്യം അറിഞ്ഞു. അതെ, ഷാനവാസിനും അനുമോൾക്കും പുറത്തെ കിട്ടുന്ന സപ്പോർട്ട് കണ്ടുകൊണ്ട് തന്നെയാണ് ഈ ആദിലയും നൂറയും അവരോട് അടുത്തത്. എന്തായാലും ലാലേട്ടൻ നല്ല റോസ്റ്റിംഗ് നടത്തിയതോടെ ഷാനവാസിന് മനസ്സിലായിട്ടുണ്ട് അനുമോളുടെയും ആദിലയുടെയും ന്യൂറയുടെയും ഒപ്പം നിന്ന് കഴിഞ്ഞാൽ അവനായിരിക്കും 7ന്റെ പണി കിട്ടാൻ. പറഞ്ഞല്ലോ. അതെ, അതുകൊണ്ട് തന്നെ ഇപ്പം എന്ത് ചെയ്തിരിക്കുകയാണ്, അവർ സെപ്പറേറ്റ് പോലെ ആയിരിക്കുകയാണ്. വേറൊന്നുമല്ല, കഴിഞ്ഞ ദിവസം ബിഗ് ബോസിൽ നടന്ന കുറച്ച് സംഭവങ്ങളാണ് അതിന് കാരണം. പരസ്യമായിട്ട് ആദില മെയിൽ ഷോവനിസ്റ്റ് എന്ന് വിളിക്കുന്നതാണ്. നമുക്കറിയാം പല കാര്യങ്ങളിലും അത് ഷാനവാസ് തന്നെ പറയുന്നുണ്ട്, ഞാനൊരു നാട്ടിൻ പുറത്തുകാരനാണ്, ഞാൻ വളർന്ന സാഹചര്യം അങ്ങനെയാണ് എന്ന് പറയുമ്പോൾ പോലും പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു മെയിൽ ഷോവനിസം. ആണിനേക്കാൾ പെണ്ണ് വലുതല്ല എന്നൊരു ചിന്ത അത് നമുക്ക് പെട്ടെന്ന് മാറ്റാൻ പറ്റില്ലെങ്കിലും അത് മാറ്റേണ്ട ഒരു കാര്യമാണ്. കാരണം അതെ, പണ്ടുള്ളൊരു കാലഘട്ടമല്ല. പണ്ട് ഭർത്താക്കന്മാർ ജോലിക്ക് പോയിട്ട് അവര് സമ്പാദിച്ചിട്ട് സ്ത്രീകള് പണ്ട് കാലത്തെ കാര്യം ചേച്ചി, സ്ത്രീകളെ വീട്ടിലിരുന്ന് കുട്ടികളെ നോക്കുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ ഇന്ന് അങ്ങനെയല്ല. ഈക്വലി ഹസ്ബൻഡും വൈഫും എന്ത് ചെയ്യുന്നുണ്ട് ചേച്ചി, പുറത്ത് പോയിട്ട്. എനിക്ക് തോന്നുന്നു സ്ത്രീകൾ എത്തിപ്പെടാത്ത ഒറ്റ മേഖലയുള്ളൂ ഈ ആനപ്പാപ്പാൻ എന്നുള്ള ഇത്. എല്ലായിടത്തും സ്ത്രീകൾ എത്തിക്കഴിഞ്ഞു. എന്തെങ്കിലും പക്ഷെ എന്നാലും കൂടുതലായിട്ട് സ്ത്രീകൾ എല്ലാ പുരുഷനൊപ്പം എല്ലാ മേഖലകളിലും എത്തിക്കഴിഞ്ഞു. അപ്പോൾ ആ ഒരു സമയത്തും ഷാനവാസ് ചില സമയത്ത് ബിഗ് ബോസിനകത്ത് കാണിക്കുമ്പോൾ ആദില പറയുന്നത് പോലെ മെയിൽ ഷോവനിസം തന്നെയാണ്. പൊടിയെന്ന് വിളിക്കുക, ഒരു വിളിക്കൂലെന്ന് പറഞ്ഞിട്ട് ഇന്നലെയും വിളിച്ചു. അതെ, ആദിലയോട് വിളിക്കുന്നതായിട്ടോ. ആദില തിരിച്ചത് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ കഴിഞ്ഞ ദിവസം ലാലേട്ടനോട് പറഞ്ഞതല്ലേ വിളിക്കില്ല. പിന്നെ വേറൊരു കാര്യം കൂടെ അതുല്ല, ഷാനവാസിനെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. മാത്രമല്ല നല്ലൊരു ഗെയിമറൊക്കെ ആയിരുന്നു. പക്ഷെ ഒരു പകുതിക്ക് വെച്ച് പുള്ളിയുടെ ക്യാരക്ടർ വളരെ മോശം. അതായത് ഇന്നലെയും തെറി വിളിച്ചായിരുന്നു. ഈ ലോക്കൽസ് മീൻസ് നമ്മൾ അങ്ങനെയാണ് പറയുന്നത്, തീരെയും ലോക്കൽ ആൾക്കാർ കാണിക്കുന്ന ആംഗ്യ പ്രയോഗത്തിലൂടെ തെറി വിളിക്കുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതൊന്നും എക്സ്പെക്ട് ചെയ്തിരുന്നതല്ല. ഇത്തരത്തിലുള്ള വ്യക്തികളിൽ നിന്നാണ് പല രീതിയിലോട്ടുള്ള മോശമായിട്ടുള്ള വാക്കുകളും ആംഗ്യ ഭാഷകളായിരുന്നാലും ഉണ്ടായിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ ആദിലയുടെയും ഷാനവാസിന്റെ ഒരു വിഷയത്തിലോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. പെട്ടെന്ന് ഇപ്പൊ ലാലേട്ടൻ ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ നോമിനേഷൻ വന്നതാണ് പ്രശ്നം.
അതാണ് മെയിൻ പ്രശ്നം. കാരണം നോമിനേഷനിൽ ആദില പറഞ്ഞു ഷാനവാസിന്റെ പേര് പറഞ്ഞു. ഷാനവാസ് മനസ്സിലാക്കിയെടുത്താണ്. കാരണം മറ്റൊന്നുമല്ല, അനിമോളും ആര്യനും നമ്മുടെ സാബുമോനും ക്യാപ്റ്റൻസി ടാസ്ക് നടക്കുന്നതുകൊണ്ട് അവർക്ക് അപ്പൊ ഓപ്പൺ നോമിനേഷൻ പോയിട്ട് ബാക്കിയുള്ളവരെ നമുക്ക് നോർമലി ഒരു വ്യക്തിക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ തന്നെ ഷാനവാസിന് വേറെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആര്യനെ എന്തുകൊണ്ട് ആദില പറഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ വിഷയം. അതായത് ആര്യന് 2 വോട്ടേ വന്നുള്ളൂ. പറയുന്നത് പോലെ തന്നെ ആദില ചെയ്യണമെന്ന് നിർബന്ധമുണ്ടോ? ഷാനവാസിന്റെ നിർബന്ധ ബുദ്ധിയാണ് ഷാനവാസ്. കാരണം ഷാനവാസിന്റെ സ്വന്തം പെങ്ങളോ അല്ലെങ്കിൽ ഇപ്പോ പെങ്ങളാവണമെങ്കിൽ സ്വന്തമൊന്നും എന്നാലും അഭിപ്രായങ്ങൾ വ്യത്യാസമാവാം. എല്ലാവരും ഇൻഡിവിജ്വൽ ഗെയിമേഴ്സ് ആണ്. ഇൻഡിവിജ്വൽ ആയിട്ടാണ് ആ ഷോയിൽ കളിക്കാൻ വന്നിരിക്കുന്നത്. ആ സമയത്ത് ഞാൻ പറഞ്ഞതുപോലെ അതിലെ നോമിനേറ്റ് ചെയ്തില്ല, ഞാൻ നിന്നെ കുറിച്ച് അതാണ് കൂടുതൽ വിഷയം വന്നത്. കാരണം അനുമോൾ അടുത്ത് കിച്ചണിൽ വെച്ച് പറയുന്നുണ്ട്, അനുമോളെ നീ ആര്യനെ നോമിനേറ്റ് ചെയ്തു, ഞാൻ നോമിനേറ്റ് ചെയ്തു, അപ്പൊ 2 വോട്ട് ഇവിടെ ഉണ്ട്. അപ്പൊ ബാക്കി ഇവള് ചെയ്തു എന്ന് പറയുന്നത് ചുമ്മാ അല്ലേ, എന്നെ പറ്റിക്കല്ലേ. പക്ഷെ അത് വളരെ തെറ്റായ ഒരു കാഴ്ചപ്പാടാണ്. അല്ലെങ്കിലും ഷാനവാസിന്റെ കാഴ്ചപ്പാടുകളെല്ലാം തന്നെ ഇപ്പൊ തെറ്റാണ്. മുമ്പ് ആദ്യ ഇതിൽ നല്ലൊരു രീതിയായിരുന്നു. ഷാനവാസ് മാത്രമല്ല, ആദിനയും നൂറയും എല്ലാം എക്സ്പോസ്ഡ് ആയി. ഇപ്പൊ എല്ലാവരും വെളിയിൽ വന്നു അവരുടെ ഒറിജിനൽ ക്യാരക്ടേഴ്സ് പുറത്തു വരുന്നുണ്ട്. കാരണം നെവിൻ തുടക്ക സമയത്ത് എപ്പോഴോ പറഞ്ഞതാണ് ആദില എന്ന് പറയുന്നത് കറക്റ്റ് എന്താണ് ലേഡി ഷാനവാസ് ആണ്. അതിന്റെ ഒരു മാനറിസംസ് ഇപ്പൊ പുള്ളിക്കാരിയെ സപ്പോർട്ട് ചെയ്ത് നിന്നിരുന്ന പുള്ളിക്കാരിക്ക് ഓക്കെയാണ്. ഇല്ലെങ്കിൽ പുള്ളിക്കാരിയുടെ യഥാർത്ഥ സ്വഭാവം. ഈ അടുത്ത സുഹൃത്ത് എന്ന് പറയുന്ന അനുമോളെയും വിമർശിക്കുന്നുണ്ട്. അതിനെ എടുത്തു പറയേണ്ട ഇപ്പൊ ഷാനവാസിനെ നമ്മൾ ആദിലേനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം തുടക്ക സമയത്ത് അനീഷ് ഷാനവാസ് ഒരു കോംബോ ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു. നല്ലൊരു കോംബോ ആയിരുന്നു. ഫേക്ക് ആണെന്ന് നമുക്ക് ഇതിനോടകം തെളിഞ്ഞിട്ടുണ്ട്. അനീഷ് ഫേക്ക് അല്ല കേട്ടോ, അനീഷ് ഫേക്ക് അല്ല, ഷാനവാസിന്റെ കാര്യം. അതേ സെയിം കോംബോയാണ് ഇവിടെ ആദില അനുമോൾ എടുത്ത് പിടിക്കുന്നത്. തീർച്ചയായിട്ടും. കാരണം ഷാനവാസിന് ഏറെക്കുറെ ഉറപ്പാണ് അനീഷിന് നല്ല ഫാൻ ബേസ് ഉണ്ടെന്ന്. അപ്പൊ അനീഷുമായിട്ട് ഒരു ബന്ധം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നു. സെയിം ആദിലേക്കും ഈ ഫാമിലി വീക്ക് കഴിഞ്ഞതോട് ഉറപ്പായിട്ടുണ്ട് അനുമോൾക്ക് നല്ല രീതിയിൽ ഫാൻ ബേസ് ഉണ്ടെന്ന്. അപ്പൊ അനുമോളുടെ കുറച്ച് വോട്ടും തനിക്ക് കിട്ടട്ടെ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് തന്നെയാണ്. ഷാനവാസ് എന്താണോ അനീഷിന്റെ അടുത്ത് ചെയ്യുന്നത് അത് തന്നെയാണ് ഇവിടെ കാരണം മറ്റൊന്നുമല്ല, ഈ നെവിന്റെ അടുത്ത് ആയിരുന്നാലും അക്ബറിന്റെ അടുത്തായിരുന്നാലും ഈവൻ ലക്ഷ്മിയുടെ അടുത്തായിരുന്നാൽ പോലും ഈ നല്ല ഫ്രണ്ട്സ് ആയിട്ടിരിക്കുന്ന ഈ അനുമോളെ പറ്റിയിട്ട് അതില് കുറ്റം പറയുന്നു. അതാണ് അതിശയമായിരിക്കുന്നത്. നല്ലൊരു ഫ്രണ്ട്സ് ആണെങ്കിൽ ചേച്ചി നമ്മളിപ്പം അവരെ മുന്നിൽ ഒരിക്കലും നല്ല സുഹൃത്താണെങ്കിൽ അവന്റെ നല്ല വശങ്ങളെ പോലെ തന്നെ അവന്റെ ചീത്ത വശങ്ങളെ നമ്മൾ സ്നേഹിക്കും. നല്ല സുഹൃത്താണെങ്കിൽ അത് മാത്രമല്ല ആ തെറ്റ് തിരുത്താനായിട്ട് നമ്മൾ ശ്രമിക്കുകയും ചെയ്യും. അതൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല, എല്ലാം ഫേക്ക് ആയിട്ടാണ് പൊക്കോണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന എത്രയേ ഉള്ളൂ. ചേച്ചി നേരത്തെ ഉള്ള നമ്മുടെ ചർച്ചയിലൊക്കെ പറഞ്ഞിട്ടുള്ളത് പോലെ എല്ലാത്തിന്റെയും യഥാർത്ഥ മുഖം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാരണം പിടിച്ചു നിൽക്കാൻ ഇനി പറ്റൂല. ഒരു സ്വഭാവം ഒളിച്ചു വെക്കാനായിട്ട് 20-21 ദിവസം അത്രേ പറ്റുള്ളൂ. അത് കഴിയുമ്പോൾ ഒറിജിനാലിറ്റി അവർ പുറത്ത് കാണിക്കാൻ തുടങ്ങി. ഞാൻ ചോദിക്കട്ടെ, ബിഗ് ബോസിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു അഭിനയത്തിന്റെ ആവശ്യമുണ്ടോ? ഒരിക്കലും ഇല്ലേ ചേച്ചി. നമ്മുടെ ബിഗ് ബോസ് നമ്മൾ എന്താണോ അത് അവിടെ കാണിക്കുക. അപ്പൊ നമുക്ക് കള്ളത്തനം വരുന്നില്ല. റിയാലിറ്റി ഷോ എന്ന് പറയുമ്പോൾ തന്നെ അതിലോട്ട് റിയൽ ആയിട്ടിരിക്കുക. പക്ഷെ ഇതില് എന്തിനാണ് ഈ കണ്ടസ്റ്റൻസ് എല്ലാവരും ഉണ്ട്. ഇതിലിപ്പോ ആരെയും നമ്മൾ മാറ്റി നിർത്തുന്നില്ല. ഒരു കാര്യം സത്യമാണ് അതില്ല, നമ്മളിപ്പോ എവിടെയാണെങ്കിലും നമ്മളുടെ യഥാർത്ഥ ക്യാരക്ടറുമായിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് അഭിനയിക്കേണ്ടി വരുന്നില്ല, കള്ളം കാണിക്കേണ്ടി വരുന്നില്ല. പക്ഷേ നമ്മളവിടെ അഭിനയിക്കുമ്പോഴാണ് നമുക്ക് ഈ അഭിനയം അയ്യോ ഇന്നലെ ഇങ്ങനെ ആയിരുന്നോ എന്ന് ആലോചിക്കേണ്ടി വരുന്നത്. മറ്റേ ഷാനവാസിന്റെ കാര്യത്തിലും അത് തന്നെയാണ്. ഷാനവാസ് വളരെ മോശം ഒരു രീതിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സീരിയസ് ആയിട്ട്. കാരണം ഇപ്പം പല ആൾക്കാരും ചിന്തിക്കുന്നുണ്ട്. അപ്പൊ തുടക്ക സമയത്തെല്ലാം കാണിച്ചത് പുള്ളിക്കാരന്റെ ആക്ടിങ്. പുള്ളി ഇപ്പോഴും മീശ വിട്ടൊരു കളിയില്ല. ഫുഡ് കഴിക്കുമ്പോഴും പുള്ളി, ഉറങ്ങുമ്പോഴും ഇനി ഇങ്ങനെയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് സത്യം പറഞ്ഞ. പിന്നെ ലാലേട്ടൻ പറഞ്ഞതുകൊണ്ട് ഞാൻ തെറി വിളിക്കുന്നത്, ഇന്നലെ നല്ല രീതിയിൽ തെറി വിളിച്ചു. പിന്നെ ആംഗ്യ ഭാഷയിലൂടെ അക്ബറിനോട് തെറി പറയുന്നുണ്ട്. എന്നിട്ട് അക്ബർ എന്തെങ്കിലും പറയണമെങ്കിൽ അതിനെടുത്ത് ഈ അക്ബറിനോട് മാത്രമേ ഉള്ളൂ ഷാനവാസെ നിങ്ങൾക്ക് കുതിര കയറാനുള്ള ഇത്. ഞാൻ ചോദിക്കണം, നിങ്ങൾ എന്തിനാ ഇങ്ങനെ കാണിക്കുന്നത്? എന്തിനാ ഈ കള്ളത്തിൽ പറഞ്ഞ കാര്യം അപ്പോഴും ഇല്ല എന്ന് പറഞ്ഞോളെ.
ഷാനവാസിന്റെ ഈ രീതിയിലുള്ള പോക്കാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അടുത്ത ആഴ്ചയുള്ള എവിക്ഷനിൽ എടുത്ത് കളയുമോ എന്നുള്ളതാണ്. മിക്കവാറും എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. കാരണം ഇപ്പം ഈ നമുക്ക് ഷാനവാസിനെ അറിയാം, ഒരുപാട് വർഷങ്ങളായിട്ട് ആക്ടറാണ് പുള്ളിക്കാരൻ. ആ പുള്ളിക്കാരൻ്റെ ആ ഒരു ഫാൻ ബേസ് അല്ലാതെ ഈ ഷോയിൽ വന്നിട്ടുണ്ടായ ഫാൻ ബേസ് ഇല്ലാതായി കാണുമെന്ന് അതെ ഉറപ്പാണ്. ആ രീതിയിലോട്ടാണ് പുള്ളിക്കാരന്റെ പ്രവർത്തികൾ പോകുന്നത്. അല്ല, പുള്ളി ഇങ്ങനെ വരാനുള്ളതായിരുന്നു അല്ലേ? ഷാനവാസ് എന്ന് വേണ്ടായിരുന്നു, രുദ്രൻ എന്ന് പറഞ്ഞിട്ട് വന്നാൽ മതിയായിരുന്നു. ആൾക്കാർ പറഞ്ഞത് ഷോനവാസാണ്, ഷോ മാത്രമാണ്. അത്രേ ഉള്ളൂ. എന്തിനും പുള്ളിക്ക് ഒടുക്കത്തെ ഷോ. തർക്കമാണെങ്കിലോ നടക്കാത്ത കാര്യങ്ങൾ. നേരത്തെ അപ്പാനിയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അപ്പാനിയുടെ ഉള്ളിൽ ഇങ്ങനെയായിരുന്നു, ഒരു മാസ് BGM ഒക്കെ ഇട്ടിട്ട് നടക്കുക പറയുവാണ്. സെയിം ആണ് അപ്പാനി ഉണ്ടായിരുന്ന സമയത്ത് എന്തൊക്കെ ഷോയാണോ കാണിച്ചത്, ആ ഷോയാണ് സത്യം. ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഷാനവാസ് ഇപ്പൊ ആകെ ചെയ്യുന്നത് കുരുട്ട് ബുദ്ധിക്ക് ഉസ്താദായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞ ഷാനവാസ്. വെറുതെ ഞാൻ ചോദിക്കട്ടെ, അക്ബറിനോട് എതിരിടുന്നതും അല്ലെങ്കിൽ നമ്മുടെ എതിരാളികളെ അല്ലെങ്കിൽ നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്ത് ഓരോരുത്തരെടുത്തും അതൊക്കെ നല്ലത് തന്നെ. പക്ഷേ ഈ അക്ബർ എന്ന് പറയുന്നത് അല്ലാണ്ട് വ്യക്തമായിട്ടുള്ളൊരു പോയിന്റ് പറയുന്നില്ലേ? ഇല്ല, നോമിനേഷനിൽ വരുമ്പോഴായിരുന്നാലും ഇപ്പം ഓക്കെ ഷാനവാസ് അക്ബറിനെ നോമിനേറ്റ് ചെയ്യുന്നു, അതിന്റെ റീസൺ പറയുന്നത് അതുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങളാണ്. അവനെ ഒരുമാതിരി ന്യായീകരിച്ച് വെളുപ്പിക്കാൻ മാത്രം ശരി, ബാക്കി എല്ലാവരും ഞാൻ മാത്രമാണ് നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നത്, ബാക്കിയുള്ളവർക്കാണ് ഗെയിം. ഷാനവാസിനെ സംബന്ധിച്ചിടത്തോളം ഷാനവാസ് പെർഫെക്റ്റ്, ഷാനവാസ് ഗെയിമർ, ഷാനവാസ് കണ്ടന്റർ, സർവോപരി ഒരു ഉത്തമ പുരുഷനാണ്. എന്നാൽ ഷാനവാസെ തെറ്റി. നിങ്ങളായിരുന്നു അങ്ങനെ ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ ഒരു 2 ആഴ്ച നിന്നു. അത് കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ ഒറിജിനൽ സ്വഭാവങ്ങൾ പുറത്തു വരാൻ തുടങ്ങി. വെറും വേസ്റ്റ് ആയിട്ടുള്ളതും നിലവാരമില്ലാത്തതുമായിട്ടുള്ള ഒരു കളിയാണ് നിങ്ങൾ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു കൂട്ടത്തിൽ 10 പേരിൽ സത്യം തന്നെ നിങ്ങളൊരു നിലവാരമില്ലാത്ത കളിയാണ്. പിന്നെ ഇതിനെ ഇനി കണ്ടുകൊണ്ട് ഇതിൻ്റെ നമ്മളെ ആൾക്കാർ പ്രേക്ഷകർ പറയും നിങ്ങൾ PR വർക്കിന് തുടങ്ങിയോ, PR വർക്ക് ഒരിക്കലുമല്ല. നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാമല്ലോ, നിങ്ങൾ നമ്മൾ കള്ളത്തിനാണോ പറയുന്നത്? ഒരു 3 ആഴ്ച മാത്രമേ ബാക്കിയുള്ളൂ. കാരണം നമുക്ക് മുൻ എവിക്ഷൻ എല്ലാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നല്ല ഗെയിമേഴ്സ് ആണ് ഇപ്പം വരുന്ന എല്ലാ എവിക്ഷനിലും പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഷാനവാസിന് പുറത്ത് നല്ല ഫാൻ ബേസ് ഉണ്ടെന്ന് വെച്ചിട്ട് പ്രേക്ഷകര് ഷാനവാസിനെ ഷോയിൽ നിർത്തണമെന്നില്ല. മേ ബി ഞാൻ പറയട്ടെ, ഇത് ഷാനവാസ് എങ്ങാനും ഈ കപ്പ് വാങ്ങിക്കാനുള്ള ഒരു യോഗ്യത നേടി വരികയാണെങ്കിൽ സത്യം പറഞ്ഞാൽ അത് വെറുതെ ആയിരിക്കും. അത് PR വർക്കിന്റെ പുറത്തായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കും. കാരണം ഒരു കഴിവും ഇല്ലാത്ത ഒരു ഇതും ഇല്ലാത്ത ഒരു കണ്ടസ്റ്റന്റ് ആണ്. വെറുതെ സത്യം ആണുങ്ങൾക്കും ഇങ്ങനെ സാധിക്കും എന്നുള്ളത് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. നുണ പറയാനും കൂട്ടിയടിപ്പിക്കാനും അല്ലേ, കള്ളം കാണിക്കാനും എല്ലാം കണക്ക് തന്നെയാണ്. പക്ഷെ അതിൽ നമ്മൾ ബെറ്റർ ആയിട്ട് ഇത്തിരി കണ്ടതായിരുന്നു നമ്മുടെ ഷാനവാസ് നല്ലതാണ് അല്ലെങ്കിൽ അങ്ങനത്തെയൊക്കെ ഉള്ളൊരു ക്യാരക്ടറാണെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അമ്പാടെ നമ്മളെ സങ്കല്പങ്ങളെയും നമ്മുടെ ചിന്തകളെയും വിചാരങ്ങളെയും എല്ലാം തകർത്തടിക്കുന്ന പ്രകടനമായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഷാനവാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 3 ആഴ്ച മാത്രമേ ഉള്ളൂ. അതെ, നല്ല രീതിയിൽ എല്ലാ മത്സരാർത്ഥികളും കളിക്കാനായിട്ട് ശ്രമിക്കുക. നല്ലൊരു ജെനുവിൻ പ്ലെയറിനെ കപ്പ് കിട്ടട്ടെ എന്നുള്ളത് തന്നെയാണ് എപ്പോഴും പറയുന്നത് പോലെ, അങ്ങനെ തന്നെ വരട്ടെ എന്നുള്ളതാ. എന്തായാലും ബിഗ് ബോസിന്റെ പുതിയൊരു അപ്ഡേറ്റുമായി വീണ്ടും വരേക്കും. ബൈ.